ഒരു രാഷ്ട്രപതി ആദ്യമായിട്ട് ശബരിമല സന്ദർശിക്കുകയാണ്. വലിയ ഒരുക്കങ്ങളും സന്നാഹങ്ങളുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മണ്ഡലകാലം ശബരിമലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഏതാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സാർ കൂടുതൽ വിവരങ്ങൾ? അല്ല, രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ ശബരിമല സന്ദർശനം നടത്തുമ്പോൾ ശബരിമല എത്രത്തോളം അങ്ങ് പിന്നെ രാജ്യവും മുഴുവനും രാജ്യം വിട്ടും അറിയപ്പെടും. അതെ, ശബരിമലയുടെ പ്രശസ്തി ഇങ്ങനെ നാൾക്ക് നാൾ കൂടിയിട്ടേ ഉള്ളൂ. അവിടെ പലരും പലതരത്തിലും ഇതിനെ തകർക്കാൻ നോക്കിയെങ്കിലും അത് പിന്നീടും എല്ലാ വിവാദങ്ങളെയൊക്കെ അതിജീവിച്ചിട്ടുള്ള ഒരിടമാണ് ശബരിമല. അതെ, അതിൻ്റെ ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മാണം അത്തരത്തിലാണ്. പരശുരാമനല്ലേ നിർമ്മിച്ചിരിക്കുന്നത്. പരശുരാമൻ ഈ മാത്സിൻ്റെ അപാര കാലനാണെന്നാണ് പറയുന്നത്. ആ ശ്രീകോവിലിന് അതിൻ്റെ അടി വിസ്തീർണം, അതിൻ്റെ ഇത്ര അളവ് കോൽ, അത് കൃത്യമാണ്. അതിനകത്തൊരു കണക്കുണ്ട്, തച്ചുശാസ്ത്രമുണ്ട്. അതിൽ പ്രഗത്ഭനാണ് പരശുരാമൻ. അപ്പോൾ എന്തായാലും ഈ രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം വരുമ്പോൾ അത് ഒന്നും കൂടി ശ്രദ്ധ നേടും. അങ്ങനെയാണ് എല്ലാ കാലങ്ങളിലും. ഇപ്പം ഇവിടെ സംസ്ഥാന ഗവർണറായിരുന്ന ആൾ വി ഗിരി പിന്നീട് രാഷ്ട്രപതിയാവുകയും ചെയ്തു. പക്ഷേ ഗവർണറായിരിക്കുന്ന സമയത്ത് അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. അതായത് വി ഗിരിയുടെ ശരീരപ്രകൃതം അറിയാമല്ലോ, വലിയ ചിത്രം കണ്ടിട്ടുള്ളവരൊക്കെ, നല്ല തടിച്ച ശരീരപ്രകൃതമാണ്. അപ്പം ദേവസ്വം ബോർഡിന് ഒരു സംശയം, അദ്ദേഹം നടന്ന് കയറുമോ? ഇന്നത്തെ പോലെ സുഖകരമല്ല നടപ്പ്, കല്ലും മുള്ളും തന്നെയാണ്, അത് താണ്ടി വേണം പോകാൻ. ഇദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടായിരുന്നു ശങ്കർ, അതും നല്ല ശരീരപ്രകൃതമാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയാവോ, 2 കമ്പ് ഇങ്ങനെ എടുത്തിട്ട് ഒരു കസേര അതിൽ വെച്ച് കെട്ടി, നല്ലൊരു ചാരി കസേര, അതും കൂടെ ഇവരോടൊപ്പം പൊക്കൊണ്ടിരുന്നു. എപ്പോഴെങ്കിലും കയറാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന അവസരത്തിൽ ഇവരെ അതിനകത്ത് കയറ്റിയിരുത്തി, ഒരാളെ ഒരു കസേരയിൽ ഇരുത്തി 4 പേർ കൊണ്ടുപോകും. പക്ഷെ വി ഗിരി ഇരുന്നില്ല എന്നാണ് അന്നത്തെ പത്രം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലാക്കിയത്. ശങ്കർ 2 ഇടത്ത് വെച്ച് ഇരുന്നു, നീലിമലയിലും അപ്പാച്ചിമേട്ടിലും ഒക്കെ ആയിട്ട്. വലിയ കുത്തനെയുള്ള കയറ്റമല്ലേ, അവിടെ 2 ഇടത്തായിട്ടിരുന്നു. ആ കസേര അങ്ങനെ വെച്ച് കെട്ടി കൊണ്ടുപോയത് കൊണ്ട് അത് പ്രയോജനപ്പെട്ടു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഡോളി അല്ലെങ്കിൽ ഡോലി പല്ലക്ക്. ഇന്ന് ഡോളി എന്ന് പറയുന്നത് ശബരിമലയിൽ വലിയൊരു കച്ചവടമാണ്. നമ്മുടെ ഇവിടെ നാട്ടിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉള്ളതുപോലെയാണ്. പമ്പയിൽ ചെന്നിറങ്ങുമ്പോൾ ഡോളി സ്റ്റാൻഡ് ഉണ്ട്. ദേവസ്വത്തിൽ അവിടെ പൈസ അടച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടതിന് ഇത്ര രൂപ. ഒരു മടിയിൽ മടിയിൽ കനമുണ്ടെന്നുണ്ടെങ്കിൽ ഡോളിയിൽ കയറി പോകാം. ഒരു 6000 രൂപയൊക്കെ ആകും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതിന്. അത് കുറഞ്ഞതൊരു 6000 രൂപയാകും. അപ്പോൾ ഈ പ്രശസ്തരൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ മാറ്റമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ രാഷ്ട്രപതി ശബരിമലയ്ക്ക് പോകുന്നത് ഞാൻ അറിഞ്ഞത്, എന്തായാലും ഹെലിപ്പാഡ് പറ്റത്തില്ല. നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ ഹെലികോപ്റ്റർ വഴി ഇവിടെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിലയ്ക്കൽ വന്നിറങ്ങും, അവിടെ ഹെലിപ്പാഡുണ്ട്. നിലയ്ക്കലിൽ നിന്ന് പിന്നീട് കാർ മാർഗം പമ്പ വരെ 22 കിലോമീറ്ററാണുള്ളത്. അവിടെ നിന്ന് മാസപൂജയ്ക്കാണ്, ഇടവമാസ പൂജയ്ക്കാണ്. ഈ മണ്ഡലകാലത്തല്ല, ഇപ്പോഴാണ്. മണ്ഡലകാലത്തൊന്നും എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരാനായിട്ട് തയ്യാറാകുക, ഭയങ്കര തിരക്കുള്ള സമയമാണ്. ഇതിപ്പോൾ തന്നെ ഞാൻ നോക്കിയോ, ഈ ഇടവമാസ പൂജകൾക്ക് ഭക്തരുടെ എണ്ണം കുറയും. കാരണം ഒരു VVIPയുടെ സന്ദർശനം വരുമ്പോൾ അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്നറിയാം. അതുകൊണ്ട് പലരും അങ്ങ് മാറി നിൽക്കും. അപ്പോൾ പിന്നെ പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഇപ്പോൾ ആംബുലൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പം ഇവിടെ കാണുന്ന തരത്തിലുള്ള വലിയ ടെമ്പോ ആംബുലൻസ് അല്ല, ജീപ്പ് ആംബുലൻസ് ഉണ്ട്, ചെറിയ ആംബുലൻസ്. 2 എന്തോ ഉണ്ട്. അത് ശരിക്കും സന്നിധാനത്തിൽ നിന്ന് 20 മിനിറ്റ് കൊണ്ട് ഇനി പമ്പയിലെത്തും. അവിടെ എന്തെങ്കിലും ശബരിമലയിൽ അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതിനകത്ത് വേറെ ആർക്കും കയറി അങ്ങോട്ടൊന്നും സഞ്ചരിക്കാൻ അനുവദിക്കത്തില്ല കേട്ടോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും എത്ര കൊമ്പന്മാരായാൽ പോലും അതിൽ പറ്റത്തില്ല.
അവിടുന്ന് അങ്ങോട്ട് സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് അത്യാഹിതം എന്തെങ്കിലും ഉണ്ടായി ആരെങ്കിലും രോഗികളുമായിട്ട് പോവുകയാണെങ്കിൽ തിരിച്ച് അതിനകത്ത് അത് ഡ്രൈവർ മാത്രമായിട്ടാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. അല്ലാതെ അത് അങ്ങോട്ട് പോവുക, പിന്നെ ഏതെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥനൊന്നും അതിനകത്ത് കയറി അതിനകത്ത് പോകാൻ അനുവദിക്കത്തില്ല. ആ ട്രാക്ടറിൽ പോലും പറ്റത്തില്ല. പിന്നെ ശബരിമലയിലേക്കുള്ള ചരക്ക് നീക്കമെല്ലാം നടക്കുന്നത് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ്. ഈ സ്വാമി അയ്യപ്പൻ റോഡിനൊക്കെ ഒരു ചരിത്രമുണ്ട്. അതൊക്കെ പറയാൻ പോയത് വലിയ സംഭവമാണ്. പണ്ട് പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത സ്വാമി അയ്യപ്പൻ സിനിമയുടെ കളക്ഷൻ മുഴുവൻ അതിനുവേണ്ടി കൊടുത്തതാണ്. അങ്ങനെയാണ് സ്വാമി അയ്യപ്പൻ റോഡ് ഉണ്ടായത്. അന്ന് പമ്പയിലെ തിയേറ്റർ കെട്ടി 2 രൂപയ്ക്ക് സ്വാമി അയ്യപ്പൻ സിനിമ അവിടെ പ്രദർശിപ്പിച്ചു. 2 രൂപ താൽക്കാലിക തിയേറ്റർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലാഭം മുഴുവൻ ഈ സ്വാമി അയ്യപ്പൻ റോഡിന് വേണ്ടി ഉപയോഗിച്ചു. പിന്നീട് വന്ന ഒരു സിനിമയാണല്ലോ ഈ അടുത്ത കാലത്ത് മാളികപ്പുറം. 100 കോടി ക്ലബിൽ കയറിയിരുന്നോ ഒക്കെ വലിയ വാർത്തയാണല്ലോ. എന്ത് കൊടുത്ത് ശബരിമലയ്ക്ക്? ഒന്നും കൊടുത്തില്ല. ഈ 100 കോടിയോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയതല്ലേ ഉള്ളൂ. ഇപ്പോഴും സുബ്രഹ്മണ്യത്തിൻ്റെ നിന്ന് ആ സിനിമയിൽ നിന്ന് എന്തെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ ഈ റോഡിന് വേണ്ടി അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രാഷ്ട്രപതി ഈ തരത്തിൽ ആ സ്വാമി അയ്യപ്പൻ റോഡ് വഴി ആകാൻ സാധ്യത ഉണ്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നടന്ന് കയറുക എന്നുള്ളതിനെക്കുറിച്ച് അല്പം പ്രായോഗിക ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകും. അത് ചിലപ്പോൾ ഈ SPG ഗ്രൂപ്പ് ചിലപ്പോൾ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഈ പല പ്രഗത്ഭരും ഒക്കെ വരുമ്പോൾ ശബരിമലയുടെ പ്രശസ്തി ഉയരുന്നു എന്നൊക്കെ പറയും. അപ്പം അയ്യപ്പനേക്കാൾ മുകളിലാണോ പ്രഗത്ഭരെന്ന് ചോദിക്കുക? അല്ല. എന്നാലും പണ്ട് ഈ തമിഴ്നാട്ടിൽ എങ്ങനെ ശബരിമലയെ കൂടുതൽ അറിയപ്പെട്ടതെന്ന് അറിയാമോ? തമിഴ്നാടനാണല്ലോ MN നമ്പ്യാർ. പണ്ട് ഈ MN നമ്പ്യാർ തിരുവനന്തപുരത്ത് നാടകം കാണാനായിട്ട് വരും. ഒരു കാലത്ത് നാടകമാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നാടകം കാണാൻ വരുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട എന്തോ ഒരു മാർത്താണ്ഡൻ പിള്ളയോ അങ്ങനെ എന്തുണ്ട് ഒരാളുണ്ട്. അദ്ദേഹം നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. അപ്പം അദ്ദേഹത്തിനുമായിട്ട് വലിയ സൗഹൃദം ഉണ്ടാക്കി ഈ നമ്പ്യാർ. ഒരു തവണ വന്നപ്പോൾ ഇദ്ദേഹം താടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നു. അപ്പോൾ MN നമ്പ്യാർ ചോദിച്ചു, എന്താ ഈ താടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നത്? അത് ഞാൻ ശബരിമലയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അതെവിടെ ശബരിമല? അതിങ്ങനെയാണ്, ഒരു കാനന ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പിന്നെ തുടർച്ചയായിട്ട് MN നമ്പ്യാർ ശബരിമലയ്ക്ക് പോകും. മാസപൂജയ്ക്ക് പോലും പോയി. ശബരിമലയിൽ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യം ആദ്യം ഉണ്ടാകുന്നത് MN സ്മാരകമുണ്ട് അവിടെ. അല്ല, MN നമ്പ്യാർ സ്മാരകമുണ്ട്. MN സ്മാരകമല്ല, നമ്പ്യാർ സ്മാരകമുണ്ട്. അത് പാണ്ടിത്താവളത്തേക്ക് പോകുന്ന വഴിക്ക് ഇടത് സൈഡിലായിട്ട് കാണാം. ആ പടിക്കെട്ട് അങ്ങോട്ട് കയറുമ്പോൾ ഇടത് സൈഡായിട്ട്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുമ്പോൾ സൗകര്യങ്ങൾ കുറവാണ്. അന്നത്തെ കാലത്ത് വലിയ സംഭവമായിരുന്നു. ഇപ്പോഴും തമിഴ്നാട്ടിലുള്ളവർ വരുന്ന ഉടനെ അന്വേഷിക്കും, നമ്പ്യാർ സ്മാരകം എവിടെയാണ്? അവിടെ പോയി അവർക്ക് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. ഈ ശബരിമലയിൽ ഇപ്പോഴത്തെ തരത്തിലുള്ള ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസ് ഒന്നുമില്ലാതിരുന്ന കാലത്ത് MN നമ്പ്യാർ പണിത് കൊടുത്തതാണ്. പിന്നെ ഒരുപാട് പേര് ശബരിമല കയറിയിട്ടുണ്ട്. പിണറായി വിജയന് ശ്രീകോവിലിൻ്റെ അടുക്കൽ വരെ എത്തി. ശ്രീകോവിലിൻ്റെ അടുക്കൽ വരെ എത്തുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എന്താ അയ്യപ്പൻ്റെ കഴുത്തിലൊന്നും മാലയില്ലല്ലോ എന്നൊക്കെ അവിടെ നിന്ന് ചോദിച്ചു ഓർക്കുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹം തന്നെ 2 യുവതികളെ ശബരിമലയിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയും അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ ശബരിമലയ്ക്ക് അങ്ങനെ വലിയ പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. അത് രാഷ്ട്രപതി വരുന്നത് ഒക്കെ നല്ലത് തന്നെയാണ്. പിന്നെ അധിക ദിവസങ്ങളില്ല. VV ഗിരി ശബരിമലയിൽ വരുന്ന സമയത്തൊക്കെ ശബരിമലയുടെ ഒരു വിസ്തൃതി വളരെ കുറവായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടൽ കണ്ടാണ് കേന്ദ്ര വനം വകുപ്പ് എത്രയോ ഏക്കർ കൂടി വിട്ടുകൊടുത്തു. ഇപ്പോഴും ഒരു വളരെ 10-60 ഏക്കറിൽ മാത്രമാണ് നിൽക്കുന്നത്. അല്ലാതൊന്നും കേന്ദ്ര വനം വകുപ്പൊന്നും വിട്ടുകൊടുക്കത്തില്ല. ഒരു കാമ്പൊടിക്കാൻ അനുവദിക്കത്തില്ലല്ലോ. എന്തെങ്കിലും തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വേറെ സ്ഥലത്ത് ദേവസ്വത്തിൻ്റെ വസ്തു അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രപതി വരട്ടെ, രാഷ്ട്രപതിയും വരണം, പിന്നെ പ്രധാനമന്ത്രിയും വരണം. ഇത് ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കുകയും വേണം. ഇവിടുന്ന് BJP പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ദേശീയ തീർത്ഥാടന കേന്ദ്രം ആക്കണമെന്നുള്ളത്. അതിന് കുറേ ക്രൈറ്റീരിയകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. നരേന്ദ്രമോദി വരുമെന്നൊക്കെ ഒരു കാലത്ത് പലരും കാത്തിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകാർ നോക്കിയിട്ട് അവരെ അത് അനുവദിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.